ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം പ്രീണനം എന്നൊരു വാക്ക് മുസ്ലിങ്ങൾക്ക് നൽകേണ്ട നീതിയെക്കുറിച്ച് സംസാരിക്കുന്നവർക്കെതിരായി മുസ്ലിം വിരുദ്ധരും BJPക്കാരും പൊതുവായി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. മുസ്ലിങ്ങളെ എന്തിനാണ് പ്രീണിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവർക്ക് മറുപടിയില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടെ പൗരന്മാരായിട്ടുള്ള ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ബുദ്ധനും ജൈനനുമൊക്കെ തുല്യ അവകാശമുള്ള രാജ്യമാണ്. എന്നാൽ ഈ അവകാശത്തിൽ നിന്നും മുസ്ലിമിനെ മാത്രം മനഃപൂർവ്വം മാറ്റി നിർത്താനും അവരുടെ മസ്ജിദുകൾ തകർക്കാനും ആരാധനാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനും അവരുടെ ഭൂമികൾ പിടിച്ചെടുക്കാനും കുറേ ആളുകൾ ശ്രമിക്കുന്നത് തികച്ചും തിണ്ണമിടുക്ക് തന്നെയാണ്. അതിൽപ്പെട്ടതാണ് മുനമ്പത്തെ വഖഫ് ഭൂമിയിലെ അനധികൃത താമസം എന്ന് പറയേണ്ടതുണ്ട്. തലമുറകളായി ഈ ഭൂമിയിൽ താമസിക്കുന്നവർ ഏതാണ്ട് 50 കൊല്ലത്തോളമായി അവരുടെ അവകാശം സ്ഥാപിച്ചു കിട്ടാനായി കേസുമായി നടക്കുകയാണ്. ഇവർ വില കൊടുത്ത് വാങ്ങിയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഭൂമിയിൽ അവർക്ക് ഇതുവരെയും അവകാശം സ്ഥാപിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ വാങ്ങിയ ഭൂമിയുടെ ആധാര വ്യവസ്ഥകളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭൂമി വാങ്ങുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ പേരിലേക്ക് നമുക്കത് മാറ്റി കിട്ടുകയും നമുക്കത് കരമടച്ച് നമ്മുടെ സ്വന്തമാക്കി നമുക്ക് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിൽക്കാനോ ഒക്കെ ഉപയോഗിക്കാനും കഴിയും. എന്നാൽ ഈ മുനമ്പത്തെ ഭൂമിയിൽ ഇത്രയും കൊല്ലമായി താമസിക്കുന്നു എന്ന് പറയുന്നവർ അവർക്ക് കൈമാറ്റം ചെയ്യാനോ മറ്റോ ലോൺ എടുക്കാനോ ഒന്നും സൗകര്യമില്ലാത്തപ്പോൾ അതിലെ ആധാര വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. സാധാരണ ചിട്ടി കമ്പനികൾ നടത്തുന്നത് സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടൊക്കെയാണ്. അവർ വളരെ നിയമപ്രകാരമാണ് മുന്നോട്ട് പോകുന്നതും നിക്ഷേപകരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നതുമൊക്കെ. ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായി തന്നെ അറിഞ്ഞുകൊണ്ടും അന്വേഷിച്ചുകൊണ്ടുമാണ് നമ്മൾ ചിട്ടി കമ്പനികളിൽ പണം നിക്ഷേപിക്കുന്നത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ ചിട്ടി കമ്പനികൾ പൂട്ടുകയും അതിൻ്റെ ഉടമ മുങ്ങുകയും ചെയ്യുന്നതിലൂടെ ഈ നിക്ഷേപകരുടെ എല്ലാം പണം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഈ മുനമ്പത്തെ വഖഫ് ഭൂമിയിലെയും സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഇവിടെ ഉടമ അറിയാതെ ആധാരത്തിൽ ചില തിരിമറികൾ നടത്തിക്കൊണ്ട് മറ്റാരൊക്കെയോ ഈ സ്ഥലം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഉടമകൾക്ക് മറിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ അന്വേഷിച്ച് വന്നപ്പോൾ ഇതൊരു വഖഫ് ഭൂമിയാണെന്നും ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ കഴിയാത്തതാണെന്നും തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ മുനമ്പത്തെ ഒരു കേസ് ഉണ്ടായതും അത് വളരെ കാലങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്രം BJP ഭരിക്കുമ്പോൾ ഈ ഭൂമി അവർക്ക് സ്വന്തമാക്കാൻ ഏറ്റവും പറ്റിയ അവസരമാണെന്ന് അവരെ പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചിലർ അവർക്കൊപ്പം അടുത്തുകൂടുകയും ഈ പ്രശ്നത്തെ കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായി തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിന് വളരെയധികം പബ്ലിസിറ്റി കൊടുക്കുകയും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. BJPയുടെ കേന്ദ്രഭരണം അവസാനിക്കുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ഈ ഭൂമി സ്വന്തം പേരിലാക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് BJPക്ക് അനുകൂലമായ ഒരു നയം സ്വീകരിച്ചുകൊണ്ട് ഈ അനധികൃത താമസക്കാർ സമരം ചെയ്തു വരുന്നത്. BJP സർക്കാർ ഈ അടുത്ത വഖഫ് നിയമം പാസ്സാക്കിയതോടുകൂടി ഈ പാർട്ടിയുടെ തന്നെ ആൾക്കാർ ഇതൊരു വലിയ അവസരമാക്കി കണ്ടുകൊണ്ട് കേരളത്തിൽ പച്ച പിടിക്കാമെന്ന പ്രതീക്ഷയോടെ ഈ വഖഫ് ഭൂമിയിൽ താമസിക്കുന്നവർക്കൊപ്പം കൂടിക്കൊണ്ട് അവരെ സഹായിക്കാനെന്ന മട്ടിൽ അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് അവരെ പാർട്ടിയിൽ ചേർക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടാനും ഇതൊരു ചർച്ചയാക്കി മാറ്റാനും വേണ്ടി അവർ കുറേ യൂട്യൂബർമാരെയും ഇക്കാര്യത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം വെറുതെയാണ്. നിങ്ങൾ അനധികൃത വഖഫ് ഭൂമിയിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത് എന്ന അർത്ഥത്തിൽ അവകാശം സ്ഥാപിച്ചു കിട്ടാതെ കോടതി വഴി ഒരു പരിഹാരം കാണുക മാത്രമേ മാർഗമുള്ളൂ എന്ന് മുനമ്പത്തുകാരുടെ മുഖത്ത് നോക്കി ബിൽ കൊണ്ടുവന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ പറയുമ്പോൾ കേന്ദ്രമന്ത്രി മുസ്ലിം പ്രീണനം നടത്തുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു നിയമപരമായ കാര്യമാണ്. ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഈ വഖഫ് ബിൽ ഉണ്ടാക്കിയത്, അതുകൊണ്ട് നിങ്ങൾ പഴയതുപോലെ തന്നെ വീണ്ടും കോടതിയിൽ പോവുകയോ നിങ്ങളുടെ നിയമാവകാശം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ കേന്ദ്രമന്ത്രി അവിടെ പ്രസംഗിച്ചത്. എന്നാൽ ഈ മന്ത്രി വരുന്നതിന് തൊട്ട് മുൻപ് ഈ പാർട്ടിയുടെ അനുയായികൾ തന്നെ ഞങ്ങളുടെ മന്ത്രി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഭൂമിയെല്ലാം നിങ്ങൾക്കിപ്പോൾ സ്വന്തമാക്കി എഴുതി തരും എന്നുള്ളത് അർത്ഥത്തിൽ അവരെല്ലാം പ്രലോഭിപ്പിച്ച് നിർത്തിയതുകൊണ്ട് മന്ത്രിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ അവരെല്ലാം വളരെയധികം നിരാശയാണ് ഉണ്ടായത്. മുനമ്പത്ത് ഏതാണ്ട് 601 കുടുംബങ്ങളാണ് ഈ സമരത്തിൽ പെട്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. വഴിയെ പോകുന്ന രാഷ്ട്രീയക്കാർ പറയുന്നത് മാത്രം കേൾക്കാതെ നിങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസമുള്ളവരും നിയമം പഠിച്ചവരും ആരുമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സമരക്കാർക്കിടയിൽ നിങ്ങളെ ചതിച്ചുകൊണ്ട് BJPയുടെ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നെന്നും മനസ്സിലാക്കാത്തിടത്തോളം നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അവർക്ക് നിങ്ങളുടെ അവകാശം സ്ഥാപിച്ചു തരുന്നതിലല്ല, പകരം
അവരുടെ പാർട്ടിയിലേക്ക് നിങ്ങളിൽ നിന്നും ആളെ ചേർക്കുകയാണ് ലക്ഷ്യം എന്ന് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. വരുന്ന ഇലക്ഷനിൽ കുറേ വോട്ടുകൾ നിങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കുകയല്ല, ഇതിലൂടെ കേരളത്തിലെ മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് കുറേ വോട്ടുകൾ സംഘടിപ്പിക്കുക എന്നല്ലാതെ മുനമ്പത്തുകാർക്ക് അനുകൂലമായ അല്ലെങ്കിൽ അവരോട് സിമ്പതി തോന്നിയോ ഒന്നുമല്ല ഈ പാർട്ടിക്കാർ ഇവിടെ കൂടിയിരിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസമുള്ളവർ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിച്ചുകൊണ്ട് അതിന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യാഥാർത്ഥ്യം പറയുമ്പോൾ എന്നെ തെറി വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഈ തെറി വിളിക്കുന്നത് കൊണ്ട് ഈ വിളിക്കുന്നവർക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടുമെന്നുള്ളതല്ലാതെ ഒരിക്കലും യാഥാർത്ഥ്യമല്ലാതാവുന്നില്ല. ഇക്കാര്യം എനിക്ക് തുറന്ന് പറയേണ്ടി വരികയാണ്. മുനമ്പത്തുകാരെ മറ്റുള്ള രാഷ്ട്രീയക്കാർ ഇങ്ങനെ പറ്റിക്കുമ്പോൾ അവരോട് എനിക്ക് യാഥാർത്ഥ്യം പറയേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടും, എന്നാൽ അതിനായി കുറച്ചുകൂടി സമയമെടുക്കുമെന്ന് ആണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഈ സമയമെന്ന് പറയുന്നത്? വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയാൽ മാത്രമേ ചട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും സംസ്ഥാനത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കാനും കേന്ദ്ര സർക്കാരിന് കഴിയുകയുള്ളൂ എന്ന് ഈ മന്ത്രി പറയുമ്പോൾ ബില്ല് പാസ്സായെങ്കിലും അതിൻ്റെ നിയമക്കുരുക്കുകൾ പൂർണ്ണമായും അഴിഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം വഖഫ് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പരിഹരിക്കേണ്ടത് കോടതിയാണ് എന്നാണ്. തർക്കഭൂമികളുമായി ബന്ധപ്പെട്ട കേസുകളിൽ കോടതി എത്ര കാലം സമയമെടുക്കും എന്നുള്ളത് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ടവർക്ക് അറിയാൻ കഴിയും. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം കേസുകളെ നടക്കുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ട് ഈ തർക്കഭൂമിയുടെ എല്ലാ കുരുക്കുകളും അഴിയുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമെന്നും മന്ത്രി തന്നെ പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു 10 തവണത്തെ ഭരണകാലം കൂടി കഴിയണം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മന്ത്രി ഇത് പറഞ്ഞെങ്കിലും മുനമ്പത്തുകാരെ സുഖിപ്പിച്ച് അടുത്ത ഇലക്ഷനിൽ നേട്ടമുണ്ടാക്കാൻ പല രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിൽ പലരും വരികയും മന്ത്രി പറഞ്ഞതിനെ വളച്ചൊടിച്ച് പുതിയ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് മുനമ്പത്തുകാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ശ്രമിക്കും എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ്. അവർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. പകരം നിങ്ങൾ സ്വയം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും കഴിയുമെങ്കിൽ വഖഫ് ട്രൈബ്യൂണലുമായി സംസാരിക്കുകയും അവരുമായി ഒരു ഒത്തുതീർപ്പിലെത്തുകയും ചെയ്യുക തന്നെയാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. സത്യത്തിൽ വഖഫ് ബില്ലും പൗരത്വ ഭേദഗതി ബില്ല് പോലെ മുസ്ലിങ്ങളെ തോൽപ്പിച്ചു എന്ന് ചാനലുകളിൽ ചിലർക്കിരുന്ന് പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാം എന്നല്ലാതെ അതിനെ നിയമപരമായി യാതൊരു നീക്കുപോക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. മുസ്ലിം സമുദായത്തിൻ്റെ വഖഫ് സ്വത്തുക്കളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ബിൽ പാസാക്കിയ BJP ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട്. അത് ആർക്കും പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ തന്നെയാണ് ഉള്ളതെങ്കിൽ കോടതിയിൽ പോയാലും വഖഫ് സ്വത്തുക്കൾ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് മുസ്ലിം സംഘടനകളും ഇക്കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല. കൂടാതെ വഖഫ് ബോർഡുകളുടെ മേൽനോട്ടം ശക്തിപ്പെടുത്തുക, വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ, ഓഡിറ്റ്, അക്കൗണ്ടിങ് എന്നിവയിൽ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതിലൂടെ ഒരു സർക്കാർ മേൽനോട്ടമാണ് BJP ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തർക്കം ഒഴിവാക്കാൻ വഖഫ് ട്രൈബ്യൂണലുകളുടെ തീരുമാനങ്ങൾ ഹൈക്കോടതിയിൽ 90 ദിവസത്തിനധികം അപ്പീൽ ചെയ്യാനുള്ള സൗകര്യവും ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ വഖഫ് സ്വത്തുക്കൾക്കെതിരായി ഏതെങ്കിലും ഒരു നടപടികൾ ഉണ്ടായാൽ നമുക്കത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും. എന്നാൽ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായ 2 പേരെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് എതിർപ്പുള്ള ആളാണ്. അതല്ലെങ്കിൽ പകരം ദേവസ്വം ബോർഡിൽ 2-3 മുസ്ലിങ്ങളെയൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. എന്നാൽ മുനമ്പംകാർ മനസ്സിലാക്കേണ്ടത് ഈ ബില്ലിൽ ഒരിടത്ത് പോലും വഖഫ് ഭൂമി ആരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്ന് എഴുതി ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ മുനമ്പ ഭൂമി അവിടെ താമസിക്കുന്നവർക്ക് സ്വന്തമാകും? ഈ ഭൂമി ഒരു കാരണവശാലും ഫാറൂഖ് കോളേജ് വിൽക്കാൻ പാടില്ല എന്ന് ആധാരത്തിൽ എഴുതി ചേർത്ത ഭാഗം ഭൂമി ദാനം ചെയ്ത സേട്ടിന്റെ പിൻതലമുറക്കാർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പിന്നെങ്ങനെ ഈ ഭൂമി വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതിൻ്റെ ഉത്തരം വ്യാജ ആധാരമുണ്ടാക്കി കളിപ്പിച്ചതിന് അന്നത്തെ തഹസിൽദാരെയും ആധാരമെഴുത്തുകാരെയും അതല്ലെങ്കിൽ ഈ ഭൂമി മറിച്ചു വിറ്റവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കബളിപ്പിക്കപ്പെട്ട അതല്ലെങ്കിൽ ഈ മുനമ്പത്തെ ഭൂമി വാങ്ങിയവർ കേസ് കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇത് പറയുമ്പോഴും മുനമ്പത്തെ ചെറുകുടുംബങ്ങളെ ഇറക്കി വിട്ടുകൊണ്ട് വഖഫ് ബോർഡ് ഈ ഭൂമി പിടിച്ചെടുക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവുമില്ല എന്നുള്ളതാണ് സത്യം. കാരണം മനുഷ്യരെ ചേർത്ത് പിടിക്കാനും അവരെ ഉള്ളതിൻ്റെ പങ്ക് കൊടുത്ത് ആശ്വസിപ്പിക്കാനും ഒക്കെയാണ് ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത്. ദാനധർമ്മങ്ങൾ ഇസ്ലാമിൻ്റെ ആദർശങ്ങളിൽ പ്രധാനവുമാണ്.
അതുകൊണ്ട് തന്നെ നിയമം ഈ താമസക്കാർക്ക് പ്രതികൂലമായാൽ പോലും ഇവരാരും അവിടെ വിട്ട് പോകേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അവിടെയുള്ള റിസോർട്ടുകാരും ബാറുകാരും മറ്റ് കച്ചവടക്കാരുമെല്ലാം ഒഴിവാകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. സമരക്കാർക്ക് പിന്നിൽ പണവും മറ്റു സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഇക്കൂട്ടർ തന്നെയാണ് ഇതിൽ പ്രധാനമായും ലാഭം കൊയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ വഖഫ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരും കോൺഗ്രസും ഒക്കെ ഈ ഭൂമി വിട്ട് നിങ്ങളാരും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല എന്ന് നിരന്തരം പറയുന്നതിൻ്റെ പിന്നിലുള്ള കാരണം. അതല്ലാതെ നിങ്ങൾക്ക് വിനിമയം ചെയ്യാൻ ഭൂമി തരാം എന്ന് ഇവരെ ഈ മുനമ്പത്തുകാരോട് ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കവിടെ താമസിക്കാൻ കഴിയും, പക്ഷേ എന്നാൽ വിറ്റൊഴിവാകാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ മുനമ്പത്തെ ഭൂമി പിടിച്ച് അവർക്ക് കൊടുക്കുക എന്നുള്ളതല്ല BJP ഗവൺമെൻറ് ഈ വഖഫ് ബില്ല് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നീ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തർക്കമുള്ള വഖഫ് സ്വത്തുക്കളുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കൾ UP-യിലാണെങ്കിലും 3044 എണ്ണം മാത്രമാണ് ഇവിടെ തർക്കമുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പഞ്ചാബിന് ശേഷം ഏറ്റവും കൂടുതൽ തർക്കമുള്ള വഖഫ് സ്വത്തുക്കൾ പശ്ചിമ ബംഗാളിലാണ്. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വഴക്കും ബഹളവും കലാപവും ഒക്കെ നടക്കുന്നത്. അവിടെ ഈ വഖഫ് നിയമം പാസ്സാക്കാൻ അനുവദിക്കില്ല എന്ന് മമതാ സർക്കാർ പറഞ്ഞിട്ടുമുണ്ട്. ഈ വഖഫ് നിയമം പാസ്സാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മമത അങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഇതിൽ BJPയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ സംസ്ഥാനങ്ങളിലെ വഖഫ് ഭൂമികളിലും മസ്ജിദുകളിലും വെറുതെ തർക്കമുണ്ടാക്കിക്കൊണ്ട് മുസ്ലിങ്ങളുമായി വെറുപ്പുണ്ടാക്കി അണികളെ സജീവമാക്കി നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഈ BJP ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബാബരി മസ്ജിദും ഗ്യാൻവാപ്പിയും പോലെ ഭൂമിക്കടിയിൽ ശിവലിംഗമുണ്ടെന്നോ അല്ലെങ്കിൽ അമ്പലമുണ്ടെന്നോ ഒക്കെ ഇനിയുള്ള കാലം അവകാശം ഉന്നയിച്ചാൽ അത് ചിലവാകില്ല എന്ന തിരിച്ചറിവാണ് ഈ BJPയുടെ കേന്ദ്ര ബുദ്ധികൾ ഇപ്പോൾ വഖഫ് ബില്ലിലേക്ക് തിരിയാൻ പ്രധാന കാരണം. ഇത് തർക്കഭൂമിയാക്കി കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളെ സ്ഥിരമായി അലോസരപ്പെടുത്താനും അവരുടെ ആരാധനകൾ തടസ്സപ്പെടുത്താനും നന്നായി ഉപയോഗിക്കാൻ കഴിയും എന്നാണ് BJPക്ക് ബോധ്യമുള്ളത്. എന്നാൽ ഇതിൽ BJPയുടെ അണികൾ പോലും കബളിപ്പിക്കപ്പെടുന്നത് ഈ ബില്ലിന് മുൻകാല പ്രാബല്യം എന്നുള്ളതിലാണ്. ഇതിന് മുൻകാല പ്രാബല്യം നൽകിയാൽ ഇന്ന് ഇന്ത്യയിലുള്ള ഒരുപെട്ട ആരാധനാ ഭൂമികൾക്കോ ഖബർസ്ഥാനുകൾക്കോ ഒന്നും ആധാരമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പൊളിച്ചു കളയേണ്ടി വരും. അത് ഒരു വൻ കലാപത്തിലേക്കായിരിക്കും ഇന്ത്യയെ കൊണ്ടെത്തിക്കുക എന്ന് ഗവൺമെന്റ് നല്ല ബോധ്യമുണ്ട്. തന്നെയുമല്ല, ഈ മസ്ജിദുകൾ പോലെ തന്നെ ഇന്ത്യയിലെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളുടെയും ഈ ചർച്ചുകളുടെയും ഒക്കെ ആധാരത്തെക്കുറിച്ച് സ്വാഭാവികമായും ചോദ്യവും തർക്കവും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇതിനെയൊന്നും പറഞ്ഞു നിൽക്കാനോ ജയിക്കാനോ ഒന്നും നിയമം കൊണ്ട് ഇവർക്ക് കഴിയില്ല. എന്നാൽ ഇങ്ങനെ ഒരു ബില്ലിൻ്റെ മറവുള്ളത് കൊണ്ട് അണികളെ ഇത്തരം ഭൂമികളിലേക്ക് പറഞ്ഞു വിടാനും അവിടെ വെറുതെ തർക്കമുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നേതൃത്വത്തിന് അറിയാം. അവരങ്ങനെ കിടന്ന് അവിടെ വഴക്കുണ്ടാക്കുമ്പോൾ ഇവർക്ക് ഈസിയായി ഇപ്പുറത്തോട് ജയിച്ചു പോകാനും കഴിയും. ആ തർക്കത്തിൻ്റെ ആ മറവിൽ തന്നെ ഇവർക്ക് ഈസിയായി ഇപ്പോൾ സംസ്ഥാന ഇലക്ഷൻ വരികയാണ്, ജയിച്ചു പോകാൻ കഴിയും. അത് കഴിഞ്ഞ് പാർലമെൻറ്റ് ഇലക്ഷൻ വരികയാണെങ്കിൽ അന്നും ജയിക്കാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം. അതല്ലാതെ ഈ വഖഫ് ബില്ലിലൂടെ ഒരു തുണ്ട് ഭൂമി പോലും ആർക്കും കിട്ടില്ല എന്ന് BJPക്ക് പോലും വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. തന്നെയുമല്ല, അംബാനിയുടെ വീട് ഉൾപ്പെടെ അനധികൃതമായി കൈവശപ്പെടുത്തിയ എല്ലാ ഭൂമിയും സർക്കാർ നിയന്ത്രണത്തിനുള്ള വഖഫ് ബോർഡിന് സ്വന്തമാകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.